അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെൻറ്റ് തനി ജനാധിപത്യ വിരുദ്ധമായിട്ടും അഹങ്കാരത്തോടും കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ബോധയിലേക്ക് എടുക്കല്ലേ. ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞല്ലേ, പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞല്ലേ. പിന്നെ അതിനുശേഷം ഈ രൂപത്തിലുള്ള വെല്ലുവിളി നടത്തിയത്. പരിഹാരം ചർച്ച ചെയ്ത് കണ്ടെത്തിയതിനു ശേഷവും മാനേജ്മെന്റിൽ ക്രിസ്ത്യൻ സഭകളും വെല്ലുവിളി നടത്തുകയാണ് സർക്കാരിനെതിരെ. തീരുമാനമെടുക്കണം, അതായത് നടപ്പിലാക്കണം, സുപ്രീം കോടതിയിൽ പോവുകയല്ല വേണ്ടത് എന്നതാണ് ഈ മലങ്കര പ്രശ്നങ്ങൾ ന്യായമായി പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശം അത് നടത്തിക്കോട്ടെ. സഭ പറയുന്നൊരു കാര്യം, അതായത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സർക്കാർ നിലപാടായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സഭ പറയുന്നത് അങ്ങനെ സർക്കാർ സുപ്രീം കോടതിക്ക് യാതൊരു കാര്യമില്ല. സർക്കാർ NS മാനുവിന് അനുകൂലമായ വിധി തങ്ങൾക്ക് നടപ്പാക്കി കൊണ്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടത്. കോടതി പോയിട്ട് കാര്യമില്ല എന്നാണ് അത് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പല ഡിമാൻഡ് വയ്ക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. മറ്റൊരു വിഷയം, പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ക്ലാസ്സിലെന്തോ അധ്യാപികെന്തോ പറഞ്ഞതാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയിട്ട് പറയാം. എന്നാൽ പിന്നെ അവസാനിപ്പിക്കാം. ഏതാ ഇന്ന് വന്നില്ല, കോടതിയിൽ വന്നിട്ടില്ല. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നമ്മളത് അന്വേഷിച്ചിട്ട് പറയുന്നില്ല നല്ലത്.